ഞാനതിന് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസിന് ഉള്ള സ്പേസ് ഒരിക്കലും ചെറുതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കേരള കോൺഗ്രസിൻ്റെ മുന്നണി പ്രവേശനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വ്യക്തമാണ്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിനെ ശക്തിപ്പെടുത്തുക, നിലപാടുകൾ സ്വീകരിക്കുക, ഇതൊക്കെയാണ് കേരള കോൺഗ്രസ് നേരത്തെയും ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ നിലപാടുകൾ വ്യക്തമാക്കുകയും ആ മുന്നണിയുടെ ശക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ജനോപകാരപ്രദമായ കാര്യങ്ങൾ നേടിയെടുത്ത് ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പാർട്ടി പണ്ടേ ശീലിച്ചിട്ടുള്ളത്. ഇതാണ് മാനസാർ ഞങ്ങളെ പഠിപ്പിച്ച പ്രത്യയശാസ്ത്രം. അതുകൊണ്ട് മറ്റ് വിമർശനങ്ങൾക്കൊക്കെ ഇടയുണ്ടാകാം, പക്ഷെ അത് ഞങ്ങളെ യേശുന്ന പ്രശ്നമല്ല. ജനാധിപത്യത്തിൽ ജനങ്ങളാണല്ലോ. കേരളത്തിൽ എത്ര സീറ്റുകളാണ് LDF നിയമസഭ ജയിച്ചത്? എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായി. അങ്ങനെ കാലാകാലങ്ങളിൽ പരാജയത്തിൻ്റെയോ വിജയത്തിൻ്റെയോ മാത്രം അവസ്ഥ സംജാതമാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമല്ല കേരളം. തെറ്റുകളുണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തും. എന്നാൽ കാണേണ്ട വിഷയം എന്താ? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളേക്കാൾ എത്രയോ വോട്ട് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പാലായിലും കടുത്തുരുത്തിയിലും. ഇന്നലെ പാലായിൽ ഞങ്ങളുടെ യുവജന സംഘടനയുടെ റാലിയായിരുന്നു. 1500-2000 കുട്ടികളിലാണ് തരുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിനകത്ത്. ആ നിലയിൽ ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളും ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തി ഗവൺമെന്റ് ചെയ്ത പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതിനപ്പുറത്തോട്ട് മറ്റു ചില വിമർശനങ്ങൾക്കൊന്നും ഇടയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാലാ കേന്ദ്രീകരിച്ചല്ലേ ശക്തമാകണ്ടേ? പാർട്ടി ചെയർമാൻ ശക്തമാകേണ്ടതും ശക്തമാകുന്നതും പാലായെ നിലനിർത്തുന്നതും സ്വാഭാവികമായും മാണിസാറിന്റെ ഓർമ്മകളിൽ പാലായിൽ ഇന്നും ജോസ് കെ മാണിയുടെ പേരുണ്ടാവും. ജോസ് കെ മാണി പാലായെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായി ചിന്തിക്കേണ്ട ഒരു വ്യക്തിയല്ല. അതാണല്ലോ ഇന്നലെ പാലായെ തെളിഞ്ഞത്. യുവശക്തിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രകടനവും സെമിനാറും കൺവെൻഷനും ഒക്കെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊരു ആശങ്കയില്ല. പാലായെ സംബന്ധിച്ച് ആർക്കാ തർക്കമുണ്ട്? അല്ല, എവിടെ മാറും എന്നുള്ളതല്ല, പാലായെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. പാലായിൽ ജോസ് കെ മാണി അജീയമായ നേതൃത്വ സ്ഥാനത്ത് വന്ന് പാലായും അതോടൊപ്പം കടുത്തുരുത്തി കോൺസ്റ്റിറ്റ്യുവൻസിയും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശക്തമായ 2 കോട്ടകളാണ്. ഇനി അവിടെ എന്താ പ്രശ്നം? അതൊക്കെ രാഷ്ട്രീയപരമായ അവലോകനങ്ങളിലൂടെ കണ്ടെത്തി മുന്നോട്ട് പോകും. അതില്ല എന്ന് തെളിയിക്കപ്പെടുന്നതിന്റെ ആദ്യപടിയാണ് ഇന്നലെ പാലായെ കണ്ടത്. താമസിയാതെ കടുത്തുരുത്തിയിലും അത്തരത്തിലുള്ള യുവജന സമ്മേളനങ്ങളും പ്രകടനങ്ങളും ഒക്കെയായി ജനങ്ങളെ ബോധവൽക്കരിച്ച് ഞങ്ങളുടെ പാതയിൽ എത്തിച്ച് ശക്തിയാർജിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം കേരള കോൺഗ്രസിന്റെ ബേസും വർദ്ധിക്കും. അത് മുന്നണിക്കകത്ത് എല്ലാ കക്ഷികൾക്കും സഹായകമാകും. ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരു കക്ഷിയെയും വിമർശിക്കുവാൻ കേരള കോൺഗ്രസ് തയ്യാറല്ല. ചെയർമാൻ കടുത്തുരുത്തി മത്സരിക്കുന്ന പരിഗണനയിലുണ്ടോ? അല്ല, കേരള കോൺഗ്രസിൽ ഏത് സ്ഥാനാർത്ഥി എവിടെ മത്സരിക്കും എന്നുള്ളത് തീരുമാനിക്കേണ്ട ആളല്ല ചെയർമാൻ. അതുകൊണ്ട് ഒരു ചെയർമാനെ കയറിയിട്ട് നമ്മൾ വിപ്പ് കൊടുക്കുന്നത്? ചെയർമാനാണല്ലോ ഈ തീരുമാനം എടുക്കേണ്ടത്. റോഷി എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. ആ പാർട്ടി തീരുമാനം പറയുന്നത് ആരാ? പാർട്ടി ചെയർമാൻ. അതുകൊണ്ട് അദ്ദേഹം എവിടെ മത്സരിക്കുമെന്ന് ഞാൻ പറയാന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അതിന്റെ കാരണം അങ്ങനെയൊരു തോന്നലുണ്ടായത് വളരെ നന്നായി. കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയൊരു പാർട്ടിയല്ല. കേരള കോൺഗ്രസിനെ എന്തിനാണ് മുന്നണിയിൽ തുടരാൻ അർഹതയില്ല എന്ന് വാക്കുപയോഗിച്ച് പുറന്തള്ളിയത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ഗവേഷണവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പഠനങ്ങളും നടത്തിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. 10-40 വർഷക്കാലം മുന്നണിയുടെ ഭാഗമായിരുന്നൊരു പാർട്ടിയെ നിങ്ങൾ UDF തുടരാൻ അർഹതയില്ല എന്നുള്ള വാക്കുപയോഗിക്കുന്നതിന് എത്ര തെറ്റായി വരും. ഈ മുന്നണി നിങ്ങളെ പുറത്താക്കിയിരിക്കുന്നെന്ന് പറഞ്ഞാൽ പോലും കേൾക്കുമ്പോൾ രസമുണ്ട്. അർഹതയില്ല എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഒരു ബുദ്ധിമുട്ട് സഹിച്ച കാര്യമായിപ്പോയി. അന്ന് ഞാൻ ചാനലിലെ കരഞ്ഞുകൊണ്ടാകേണ്ടത്, വലിയ വിഷമത്തോടു കൂടി. പക്ഷേ പാർട്ടിയുടെ നിലപാട് വേണം. ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത വേണം. ജനങ്ങളിൽ അർപ്പിതമായ വിശ്വാസം നിലനിർത്തണം. അതുകൊണ്ടാണ് മാണിസാർ എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിന് അനുസൃതമായി തന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കർഷക താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഉതകുമെന്ന വിശ്വാസത്തോടു കൂടി തന്നെ ആ നിലപാട് സ്വീകരിച്ചു. അതിനൊത്ത മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. കേരളത്തിന്റെ വികസന കാര്യത്തിൽ ഞങ്ങളുടേതായ പങ്കാളിത്തം ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ട. അതിലെ കക്ഷികൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന പാർട്ടി കൺവെൻഷനുകളിലും പാർട്ടി കമ്മിറ്റികളിലൊക്കെ ഉണ്ടാകുന്ന ചർച്ചകൾ അത് അതിൻ്റെ അർത്ഥത്തിനും തരത്തിലും മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. അത് മുന്നണിക്ക് പോറലുണ്ടാകാനോ മുന്നണിക്കകത്തെ സ്പർദ്ധ
അങ്ങോട്ടും ഇങ്ങോട്ടും രൂപപ്പെടുന്നതിന് വേണ്ടിയൊന്നും ആണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല.